വിജയന് ധാർഷ്ട്യമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ഉണ്ട്. പക്ഷെ അതുകൊണ്ട് അയാൾ മറ്റുള്ള മേഖലകളിലുള്ള അയാളുടെ വർക്ക് മോശമാക്കുന്ന കാര്യമൊന്നുമല്ല. പിണറായി വിജയൻ തന്റെ സഹയാത്രികൻ കൂടിയായിരുന്ന പ്രോട്ടം സ്പീക്കർ ഇതാ ജി സുധാകരനെ പ്രോട്ടം സ്പീക്കറെ കൈകൊടുക്കുന്നു. അവർ നമസ്കാരം നൽകി സ്വീകരിച്ചു. ഇപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് ജി സുധാകരൻ തന്റെ ഇരുന്ന കസേരയിൽ നിന്ന്, അദ്ദേഹത്തിന് അങ്ങനെ എഴുന്നേൽക്കേണ്ട ഒരു ആവശ്യമില്ല, ഇരുന്ന കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോയി നമ്മുടെ മുന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെ എഴുന്നേറ്റ് പോയി കൈ കൊടുക്കുകയും ഹസ്തദാനം നൽകുകയും ഒന്ന് ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചോ എന്നൊക്കെ സംശയം തോന്നിച്ചില്ല ആക്ഷനുകളൊക്കെ ആയിട്ട് നടക്കുന്ന ദൃശ്യങ്ങൾ ഇന്ന് കേരളം മുഴുവൻ കണ്ടു. എല്ലാവരും പറയുന്നത് ഇതാണ് പിണറായിസം, അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനുള്ള ഒരു ഓറല്ലേ, അത് തകർക്കാൻ ആർക്കും സാധിക്കില്ല, അറിയാതെ എഴുന്നേറ്റ് പോകുമെന്നാണ് ചില ആളുകളൊക്കെ പറയുന്നത്. അങ്ങനെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇന്ന് ഒരു പക്ഷേ നിയമസഭ ഏറെ കാലമായിട്ട് കാത്തിരുന്ന ഒരു നിമിഷത്തിലേക്ക് എത്തി എന്ന് പറയാം. ഏറെക്കാലം എന്ന് പറയുന്നത് ആ മന്ത്രിസഭ രൂപീകരിക്കാനുള്ള കാലം മാത്രമായിട്ട് എടുത്താൽ മതി കേട്ടോ. മന്ത്രിസഭ രൂപീകരിച്ച ശേഷം നമ്മുടെ മാപ്രകൾ മുഴുവൻ ചോദിച്ചുകൊണ്ടിരുന്നത് ജി സുധാകരനെ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കുകയും ഒഴിവാക്കുകയും രാഷ്ട്രീയപരമായിട്ട് CPM ചതിച്ച ഒരാളാണെന്നൊക്കെ പറഞ്ഞ ഒരാൾ തന്നെയാണ് സഖാവ് പിണറായി വിജയൻ. അങ്ങനെയുള്ള പിണറായി വിജയന് ഇനി ജി സുധാകരന് മുമ്പിൽ തന്നെ ഇത്തരത്തില് ഒരു സത്യപ്രതിജ്ഞ ചൊല്ലേണ്ടി വരുമല്ലോ, അതൊരു വലിയ പ്രശ്നമാണല്ലോ എന്നൊക്കെ രീതിയിലുള്ള മാപ്ര പ്രചാരങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. ഒരുപക്ഷെ ഞാനിങ്ങനെ പറയുമ്പോൾ അത്തരത്തിലുള്ള മാപ്ര പ്രചാരങ്ങൾ കാണാത്ത ആളുകളായിരിക്കും നിങ്ങൾ. ആ കാണാത്ത ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഒന്ന് കണ്ടുനോക്കാം. എല്ലാം താങ്കൾക്ക് മുന്നിൽ നാളെ സത്യപ്രതിജ്ഞ തരും, അതിൻ്റെ ഒരു സന്തോഷം. എൻ്റെ മുന്നിലല്ല, പ്രോട്ടം സ്പീക്കറുടെ മുമ്പിൽ ആരാണോ ആളുടെ മുമ്പിൽ, അത്രയേ ഉള്ളൂ. ഓ, അടിപൊളി. മാപ്രയ്ക്ക് വേണ്ടത് ആദ്യം തന്നെ കിട്ടി. അദ്ദേഹം പറയുന്നത് നാളെ MLA-മാരെല്ലാം താങ്കളുടെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരും. അദ്ദേഹം പറയുന്നത് എൻ്റെ മുമ്പിലല്ല. ഇതാണ് ഇയാളുടെ ഉള്ളിൽ അസല കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ട് തോന്നുന്നു. എൻ്റെ മുമ്പിലല്ല, അത് സാക്ഷാൽ പ്രോട്ടം സ്പീക്കറുടെ മുമ്പിൽ, അതാരാണോ അയാളുടെ മുമ്പിൽ എന്ന് വളരെ കൃത്യമായിട്ട് ജി സുധാകരൻ പറയുന്നു. പക്ഷെ മാപ്രയ്ക്ക് ആവശ്യം ഇതൊന്നുമല്ല. മാപ്രയ്ക്ക് ആവശ്യമുള്ളത് പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ താങ്കളുടെ മുമ്പിൽ നാളെ പ്രതിജ്ഞ ചെയ്യേണ്ടി വരുമല്ലോ, അതെന്തോ വളരെ മോശമായിട്ടുള്ള കാര്യമാണല്ലോ എന്ന രീതിയിൽ ഇതിനൊന്ന് കൊണ്ടെത്തിക്കാനുള്ള ശ്രമമായിരുന്നു മാപ്ര ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അസലായിട്ട് ഇളിയപ്പനായിട്ട് തിരിച്ചു വരേണ്ടി വരുന്ന ഒരു കാഴ്ച കൂടി നിങ്ങൾക്ക് ഇനി ഇവിടെ കാണാം. താങ്കളുടെ മുന്നിൽ എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ സോഷ്യൽ മീഡിയ അതല്ല, പിണറായി വിജയൻ താങ്കളുടെ മുമ്പിൽ നോക്കാറില്ല. കാരണം ഒരുപാട് അനാവശ്യങ്ങളും വൃത്തികേടുള്ളത് എഴുതുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, ഞാനത് നോക്കാറില്ല. അല്ല, അതുകൊണ്ടല്ല, പിണറായി വിജയൻ താങ്കളുടെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ വരുമോ ഇല്ലയോ എന്നൊരു ആകാംക്ഷ. പിണറായി വിജയൻ MLA അല്ലേ, പിന്നെ ആരുടെ മുമ്പിലാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്? പ്രോട്ടം സ്പീക്കറുടെ മുമ്പിലല്ല, അത് ചോദിക്കേണ്ട കാര്യമൊന്നും അതിനകത്ത്. അല്ല, അദ്ദേഹം നാളെ വരാത്തവർക്ക് അതിന്റെ പിറ്റേ ദിവസം ചെയ്യാമല്ലോ, അപ്പൊ അങ്ങനെ ആവുമോ? അല്ല, അതൊന്നും എനിക്കറിയില്ല, അത് തീരുമാനിക്കേണ്ടത് സ്പീക്കറാണ്. ഒറിജിനൽ സ്പീക്കർ വരും. ലോക്ക്ഡൌണിലേക്ക് പോവാം. കണ്ടില്ലേ എൻ്റെ സുഹൃത്തുക്കളെ, ഈ മാപ്രയുടെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ആവശ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ഏറെ എതിർത്തുള്ള സുധാകരന് മുമ്പിൽ തന്നെ പോയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തോ ജനാധിപത്യപരമായിട്ട് നോക്കുമ്പോൾ ഏറ്റവും മോശം കാര്യം എന്നൊക്കെയാണ് ഈ ഒരു മാപ്ര കരുതി വെച്ചിട്ടുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഒരു ഉത്തരം ഈ സുധാകരൻ്റെ കയ്യിൽ നിന്ന് കിട്ടണം. എൻ്റെ മുമ്പിൽ നാളെ പ്രതിജ്ഞ ചെയ്യേണ്ടി വരുന്ന ഒരു മഹാഗതികേടിലേക്കാണ് പിണറായി വിജയൻ പോകുന്നത് എന്നീ തരത്തിലുള്ള എന്തെങ്കിലും ഉത്തരം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്നാണ് ഇദ്ദേഹം വിചാരിച്ചത്. പക്ഷേ ഇന്നത്തെ നിയമസഭ മുഴുവൻ തൂക്കിക്കളഞ്ഞത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹം എഴുന്നേറ്റ് അവിടെ പോയിട്ട് ആ ഒരു പ്രതിജ്ഞ ചൊല്ലി തിരിച്ച് നമ്മുടെ പ്രോട്ടം സ്പീക്കറെ അടുത്തേക്ക് എത്തി ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൈ പിടിച്ചിട്ട് ഷേക്ക് ഹാൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകുമ്പോൾ സഭ മുഴുവൻ കൈയടിക്കുന്ന ഒരു ഗംഭീര ദൃശ്യമായിരുന്നു നമ്മളെല്ലാവരും കണ്ടത്. ഇനി അതും കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ മാത്രം എന്ന രീതിയിലാണ് നമുക്കൊന്ന് കാണാം. മനോഹരമാകുന്ന രാഷ്ട്രീയ കൗതുകം ദൃശ്യം കൂടി വിജയം ആണ് എന്നതാണ്. 1970, 77, 91 വർഷങ്ങളിൽ കൂത്തുപറമ്പിലും 96 പയ്യന്നൂരിലും വിജയിച്ചു. 2014 21 ധർമ്മടത്ത് നിന്ന് വിജയിച്ചു കയറുന്നു. അങ്ങനെ മന്ത്രിസഭയിൽ നേരത്തെയും അംഗമായിട്ടുള്ള പിണറായി വിജയൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ സത്യവാചകം ചൊല്ലിയതിനു ശേഷം ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ അതെ, അവിടെ എഴുന്നേറ്റ് നടന്നു അങ്ങോട്ട്. ജി സുധാകരനെ
സ്പീക്കറെ ഇനി അങ്ങനെ നടക്കുന്നതാണ്. കൈ കൊടുക്കുന്നു, അവർ നമസ്കാരം നൽകി സ്വീകരിച്ചു. ഇപ്പോൾ ഇവിടെ ഏറ്റവും രസകരമായ കാര്യം ഇത്രയേ ഉള്ളൂ, അദ്ദേഹത്തിന് അവിടെ എഴുന്നേറ്റ് നടന്നു പോയിട്ട് ഒരാളെയും സ്വീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പിണറായി വിജയനെ എന്തുകൊണ്ട് സ്വീകരിച്ചു എന്നതാണ്. ഇന്ന് നിയമസഭയിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ചെറിയ കാര്യമാണ്. പാർട്ടിക്ക് ഇന്ന് CPM-നെതിരെ നിന്ന് മത്സരിച്ച രണ്ടുപേരാണ് കുഞ്ഞികൃഷ്ണനും ടി കെ ഗോവിന്ദനൊക്കെ. പിണറായിയെ ഇവർ രണ്ടുപേരും ചെയ്ത ഏറ്റവും രസകരമായ കാര്യം, രണ്ടുപേരും ആദ്യം തന്നെ പിണറായി വിജയനെ അഭിവാദ്യം ചെയ്ത ശേഷം മാത്രമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് സ്പീക്കറെ കണ്ട് കൈ പിടിക്കണം നിയമമൊന്നുമില്ല കേട്ടോ. പക്ഷേ വേണമെങ്കിൽ ഈ പാർട്ടിയെ വഞ്ചിച്ച ജി സുധാകരനെ വേണമെങ്കിൽ പിണറായിക്ക് അവഗണിച്ച് പോകാം, അല്ലെ? പാർട്ടി വഞ്ചകനാണ് എന്ന് പ്രഖ്യാപിച്ച ഒരാളാണ് പിണറായി വിജയൻ, തന്നെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളതും ജി സുധാകരനെ കുറിച്ചിട്ട്. വേണമെങ്കിൽ പിണറായി വിജയനെ ജി സുധാകരനെ അവഗണിച്ച് അവനെ ഞാൻ കാണുന്നില്ല എന്ന രീതിയിലൊക്കെ പോവാം. പക്ഷേ ഒരു മടിയും കൂടാതെ അത് രാഷ്ട്രീയപരമായിട്ടുള്ള വർത്തമാനമാണ്. പേഴ്സണലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തികൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. അത് പാർട്ടിപരമായിട്ടുള്ള എന്ന് വെച്ചാൽ ആശയപരമായിട്ടുള്ള തർക്കമാണ്, ആശയപരമായിട്ടുള്ള ശത്രുതയാണ്. ആശയപരമായിട്ടുള്ള ശത്രുത അത് പേഴ്സണൽ ശത്രുതയായിട്ട് ഒരു മനുഷ്യജീവി പോലും കാണേണ്ടതില്ല എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇന്ന് നിയമസഭയിൽ ഉണ്ടായത്. അല്ലെങ്കിൽ അതിനെ നമ്മുടെ പിണറായി വിജയൻ സുധാകരനെ കാണാതെ ഇനിയിപ്പോൾ കൈ കൊടുക്കാൻ വന്ന രണ്ടുപേര് ടി കെ ഗോവിന്ദൻ, കുഞ്ഞികൃഷ്ണൻ, രണ്ടുപേർക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാതെ അവരോട് ചിരിക്കാതെ മാറി നിൽക്കുകയായിരുന്നുവെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളെ, അതൊരു ആശയപരമായിട്ടുള്ള തർക്കം മാത്രമല്ല, അത് പേഴ്സണലി ആയിട്ടുള്ള തർക്കമായിട്ട് ജനങ്ങൾ കണ്ടേനെ, അല്ലെങ്കിൽ ആളുകൾ വാഴ്ത്തപ്പെട്ടേനെ. അത് ഏറ്റവും മോശമായിട്ടുള്ള കാര്യമാണ്. പേഴ്സണലി എന്തിനാണ് ആളുകളോട് ശത്രുത? ആശയമായിട്ടുള്ള ശത്രുത മതി എന്നുള്ളതായിരുന്നു ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ ഒരു നിയമസഭയിൽ പിണറായി വിജയൻ തെളിയിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ അവിടെ സഭയിലുള്ള ആളുകൾക്ക് ഇത് ഈ രീതിയിൽ തന്നെ എത്ര പേർക്ക് മനസ്സിലായി എന്നറിയില്ല. ഈ രീതിയിലാണ് അതിനെ മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. എന്തായാലും സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് നേരെ പോയത് ജി സുധാകരനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഹസ്തദാനം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചിരിച്ച് അദ്ദേഹം വളരെ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. ഈ ഹസ്തദാനം ചെയ്യുന്ന സമയത്ത് പ്രോട്ടൈം സ്പീക്കർ ആ ഒരു ചെയറിൽ നിന്ന് എഴുന്നേൽക്കേണ്ട ഒരു ആവശ്യം പോലില്ല. പക്ഷേ അത് എഴുന്നേൽക്കുക മാത്രമല്ല, പിണറായി വിജയന്റെ അടുത്തേക്ക് അങ്ങോട്ട് നടന്നു പോയിട്ട് കൈ കൊടുക്കുന്നു. ഇതിനെ നമുക്ക് പറഞ്ഞു വെക്കാവുന്ന ഒരൊറ്റ പേര് ജനാധിപത്യ ബോധം എന്നുള്ളതാണ്. രണ്ടുപേർക്കും ഉണ്ടെന്ന് പറയേണ്ടി വരും. പിണറായി വിജയനും ആ ഒരു ജനാധിപത്യ ബോധമുണ്ട്, ആ സുധാകരനും ആ ഒരു ജനാധിപത്യ ബോധമുണ്ട്. പിണറായിയെ കണ്ടതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ പിണറായി വന്നപ്പോൾ മാത്രമാണ് സുധാകരൻ എന്ന് പറയുന്ന മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് അങ്ങോട്ട് നടന്നു പോയത് എന്നൊന്ന് മനസ്സിലാക്കുക. അത് ഒരു തരത്തിൽ ആ ഒരു ഔറയോടുള്ള ആ ഒരു മനുഷ്യനോടുള്ള സ്നേഹമാണ്, ബഹുമാനമാണ്. ആർക്കും തന്നെ ആ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർക്ക് പോലും അവഗണിക്കാൻ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായിട്ടുള്ള ആളുകൾക്ക് പോലും അവഗണിക്കാൻ കഴിയാത്തൊരു നേതാവായിട്ട് ഇപ്പോൾ തന്നെ ആ ഒരു നിയമസഭയിൽ പിണറായി വിജയൻ വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി അങ്ങോട്ടായിരിക്കും ചിലപ്പോൾ കളികളൊക്കെ കാണാൻ കഴിയുക. എന്തായാലും അദ്ദേഹം കടന്നു വന്ന ഒരുപാട് വഴികളുണ്ട് സഖാവ് പിണറായി വിജയൻ. ആ വഴികളിൽ അദ്ദേഹത്തിന് കരുതലായിട്ടും അദ്ദേഹത്തിന് എതിരായിട്ട് നിന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. ആ ഒരാൾക്ക് പോലും തള്ളിപ്പറയാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ ഈ ഒരു ചിത്രത്തോട് കൂടിയിട്ട്, ഈ ഒരു ഹസ്തദാനത്തോട് കൂടിയിട്ട്, ആ ഒരു പുഞ്ചിരി കൂടിയിട്ട് എത്ര ആളുകളാണ് പിണറായി വിജയനെ തള്ളിക്കളയാൻ മറ്റൊക്കെ ആക്രോശിച്ചിരുന്നത്, ആ ആളുകൾക്ക് മുഴുവൻ വായടഞ്ഞിട്ടുണ്ടായിരിക്കും. കാരണം അതുകൊണ്ടൊന്നല്ല കാര്യം, ആ മനുഷ്യനാണ് ശരി, പിണറായി വിജയനാണ് ശരി, അദ്ദേഹം ആശയങ്ങൾ തമ്മിലുള്ള തർക്കം മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇപ്പോൾ ആളുകൾക്ക് അല്പമെങ്കിലൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതിനൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തവണത്തെ ആ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിൽ ആദ്യാവസാനം വരെ വന്നിരിക്കാൻ ഒരു മനസ്സ് കാണിച്ചൊരു വ്യക്തി കൂടിയാണ് പിണറായി വിജയൻ. ക്ഷണിച്ചില്ലയോ എന്നുള്ളതല്ല. എന്തായാലും കഴിഞ്ഞ തവണയും VD സതീശനെ ക്ഷണിച്ചതാണ്. ഒരു കത്ത് മാത്രമായിട്ടല്ലേ ക്ഷണിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊരു ക്ഷണമാണ്, അത് മതി. പോയി ക്ഷണിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ അതിന് മുമ്പത്തെ തവണ ഉമ്മൻചാണ്ടിയെ പോയി ക്ഷണിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പിണറായി വിജയൻ. ഇതൊക്കെ നടക്കുന്നതാണ്, സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. എന്തായാലും ക്ഷണിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു മടിയും കൂടാതെ അവിടെ പോയി ഇരിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് എതിരാളികളെ പോലും പരസ്പര ബഹുമാനത്തോടെ കാണുന്ന ഒരാളാണ് പിണറായി വിജയൻ എന്ന് ഇന്ന് നിയമസഭയിൽ വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. എന്തൊക്കെയായാലും രസകരമായ ഒരുപാട് ദൃശ്യങ്ങൾ ഇന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ആ ദൃശ്യങ്ങളിലൂടെ നീളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആളുകൾക്ക് മുഴുവൻ ഒരു എക്സാമ്പിളായിട്ട്, ഒരു ഉദാഹരണമായിട്ട് ഇപ്പോഴും പിണറായി വിജയൻ അവിടെ നിൽക്കുന്നു. നമ്മൾ തമ്മിൽ ശത്രുതയുണ്ട്, പക്ഷേ അത് ആശയമായിട്ടുള്ള ശത്രുതയാണ്, അത് നമ്മൾ പരസ്പരമുള്ള ശത്രുതയല്ല എന്ന് ഇന്ന് ആ ഒരു കൈക്കൊടുക്കലിലൂടെ പിണറായി വിജയൻ ആ സഭയിൽ തെളിയിക്കുകയാണ്. ബൈ.